ഇക്കളരി ഇന്ന് കുഞ്ഞീരെ കാലുറയ്ക്കും. കുന്നത്ത് വെച്ച വിളക്ക് പോലെ ചെന്നേടം ചെന്ന് വിളങ്ങട്ടെ. അമ്മാവന്റെ അനുഗ്രഹം. അതിന് തന്നെയാ നോ വീഴുന്നില്ലേ? കൊള്ളാലോ നോവാ. പിന്നെ അല്ലയോ നടന്നോളൂ. തമ്പുരാട്ടി, പടിക്കൽ കുറെ നായന്മാരും അവരുടെ യജമാനും വന്നു നിൽക്കുന്നു. പല്ലക്കിൽ ഇറങ്ങിയ യജമാനിന് പൊൻചൂരക്കോലും നെതിയടി കസവ് തലപ്പാവും കനകവളകളുമുണ്ട്. നാടുവാഴിയാവോ? പടിക്കൽ നിൽപ്പോരെ കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇവരുടെ സ്ഥിതി? 8 കെട്ടും ഇടക്കെട്ടും 4 കെട്ടും നടുമുറ്റവും. ചന്തൂട്ടിക്ക് കാര്യമായിട്ട് നാശമൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചന്തൂട്ടിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അകത്തോട്ട് കടന്നിരിക്കാം. സന്തോഷം. അപ്പോ നമ്മെ അറിയുമല്ലേ? ഞാൻ കോമൻ നായര്, തലവെട്ടിനായരെന്നും പെരുമയുണ്ട്. കുഞ്ഞേ ഒന്ന് ഒരു സംശയം. ആ സൂത്രക്കാരി കുഞ്ഞു തന്നെയല്ലേ ഈ പോയ രസികത്തി? നാടുവാഴിത്തമ്പുരാന്റെ ഒരു ജ്ഞാനം, എന്തോ ഒരു ഇംഗിതം. അല്ല, ഒരു സംശയം, അവളുടെ തോഴി ആവോ? അയ്യോ, എന്തോ ഒരു ബുദ്ധി. വിശേഷിച്ച് കുഞ്ഞി ക്ഷേമം അന്വേഷിക്കാൻ വന്നു, അത്ര തന്നെ. തമ്പുരാന്റെ ഒരു ഔദാര്യം, തമ്പുരാന്റെ ഒരു ധർമ്മിഷ്ടം, അങ്ങേ ഭാഗ്യം. അടിയൻ കോമൻ നായർ, തലവെട്ടിനായിരുന്നു പറയും. കണ്ണീർ കുടിക്ക് ഒരുക്കിയിട്ട് വരാം. എന്താ കഥ? ഹമ്പ അമ്പ അമ്പ അമ്പ. എന്താ കഥ? മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാശ്രീ. തമ്പുരാന്റെ ഒരു കവിത്വം, പാരാവാരം, എന്തോ ഒരു മുഖശ്രീ, എന്തോ ഒരു പിടിച്ചേ, എന്തോ ഒരു നപ്പസ്. കോമ, ഇത് പിടിക്കൂ. കുഞ്ഞിയെ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ കോമ മരിക്കേ വേണ്ടു. മരിക്കേ വേണ്ടു. കുഞ്ഞിയോട് ഞാൻ നല്ലോണം പറഞ്ഞു അല്ലേ കോമ? ഹായ്, നാവിൽ സരസ്വതിയല്ലേ? പോവാൻ കാലത്ത് കടക്കണ്ണുകൊണ്ട് എന്നെ ഒന്ന് എറിഞ്ഞത് താൻ ശ്രദ്ധിച്ചോ? ഒന്നല്ല എറിഞ്ഞത്, 2 കുറി എറിഞ്ഞു. ദൃഷ്ടി ചുണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പോ അധരവാനം എന്ന് വിധി, എന്ന് ദുർവിധി. ഇങ്ങനെ വരട്ടെ, ഞാൻ ഒന്ന് കലഹിക്കാൻ തന്നെ കൂട്ടാക്കിയിരിക്കാം. ആ പ്രണയ കലഹം എന്നൊന്നുണ്ടല്ലോ. നനയ്ക്കാം. സന്തോഷം. കുഞ്ഞി തരുമ്പോ നനയ്ക്കണമെന്നില്ല. എന്താ അരിയത്തിരുന്നൂടെ? ഇരിക്കുന്നേ, ഇരിക്കൂ. താനൊന്ന് പോണ്ടോടുന്ന്, താനൊന്ന് പോണ്ടോന്ന്. പഠിക്ക കാണാം. പഠിക്ക വേണ്ട, അങ്ങ് വാതിക്കെ തന്നെ നിന്നോളൂ. ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആവും നേരം അവിടെ നിന്നോളൂ. ഞാൻ കൈ നനയ്ക്കുകയും ചെയ്യാം, നിനക്കും പോവാം. കുഞ്ഞിക്ക് നോം സമ്മാനിക്കാൻ പോണത് പെരിങ്ങണ്ട മലയോരത്തിന്റെ കരണം അടിയനാണോ തിരുമേലി? നിന്റെ കരണത്തെ അടിയൻ ശുംഭൻ. താനാ വാതുക്കെ പോയി
അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കാൻ നിൽക്കൂ. പോകാൻ പോകാൻ. എന്താണാവോ ഈ പറയുന്നത്? ഹായ് 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 ഹായ്. മണ്ടി മണ്ടി മണ്ടി. നീയുമായിട്ട് നോം ബന്ധം വെക്കാൻ പോണൂന്ന് തന്നെ. ഇവിടുന്ന് വേലി പണ്ടെങ്ങോ കഴിഞ്ഞതല്ലേ? രസിയത്തി കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഇനിയാവാം വെളി. പുലർച്ചയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് മടങ്ങിക്കോളാം. വിശേഷിച്ച് ഒന്നും ഒരുക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്കൂ, ഒരു അന്തി ഉറക്കം അത്ര തന്നെ. പിന്നെ ചന്തൂട്ടി ഈ വിവരങ്ങളൊന്നും അറിയണ്ടാന്ന് വെച്ചോളൂ. പല്ലി ചിലക്കണോ, നല്ലതിനും ആവാം ചീത്തയ്ക്കോ ആവാം. ഇപ്പം പള്ളി ചെല്ലിയത് ആപത്തിനാ. ആപത്തോ? ഇനിയും ഒന്ന് ഗണിച്ചിട്ടാവാം അടുത്ത വരവ്. നീ ഇനി എന്തിന് ജീവിക്കണം? ഈ നാണക്കേട് സഹിച്ച് നീ എന്തിന് ജീവിക്കണം? നിന്റെ കഴുത്ത് ഞാൻ അറിയട്ടെ. ആ മഞ്ചലിന്റെ മുളക്കം ഈ ജന്മം എന്റെ കാതിൽ നിന്ന് പോവില്ല. കരളിലല്ലേ വന്നലയ്ക്കുന്നത്. അരിയും ഞാൻ എല്ലാത്തിനെയും തവണയായും പോലെ ഇതാരുടെയും അത്തിവീടല്ല. ആർക്കും അന്തി ഉറക്കത്തിന് താക്കിവിടല്ലേ. ഓ, ഞാനിതെങ്ങനെ സഹിക്കും? കണ്ടിട്ടും കണ്ടില്ലെന്ന് കണ്ടടക്കാൻ അരുതമ്മാവ, നമ്മുടെ സമയം നന്നല്ല. ഇപ്പോഴത് ഇതൊന്നും പാടില്ല. കുഞ്ഞി, ഈ ഉറുമി നീ പയറ്റി പിടിച്ചാൽ അന്തി ഉറങ്ങാനെന്ന് പറഞ്ഞു വരുന്ന കയ്യന്മാരോട് നിനക്ക് ഒറ്റയ്ക്ക് പൊരിഞ്ഞു നോക്കാം. വടക്കും പാട്ടുകാരോട് ഒന്ന് പൊരുതാമെന്ന് തോന്നിപ്പോകുന്നമ്മാവ. ഇതാ പഠിച്ചോളി.